ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്രിസ്മസ് പരീക്ഷ എത്തിയിരിക്കുവാണ്. നിങ്ങൾ എല്ലാവരും ഗംഭീരമായി തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ക്രിസ്മസ് പരീക്ഷയിൽ 100% ഉറപ്പ് പറയാൻ സാധിക്കുന്ന നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു ടോപ്പിക്കും അതിൽ നിന്ന് എങ്ങനെയൊക്കെ പരീക്ഷയിൽ ചോദ്യം വരും എന്ന കാര്യവും നമ്മൾ വിശദമായി തന്നെ പഠിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്നിട്ട് ഈ വീഡിയോ കാണുക. എന്തായാലും ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഒരു 3 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന 100% ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിനകത്ത് ഈ ചോദ്യം ഉണ്ടാവും. അത് 3 മാർക്കിന്റെ കാറ്റഗറിയിലായിരിക്കും ഈ ചോദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. റൈറ്റ്. നമുക്ക് ചോദ്യം ഒന്ന് നോക്കിയാലോ. ചോദ്യത്തിലോട്ടല്ല നമ്മൾ നേരിട്ട് കടക്കാൻ പോകുന്നത്. ആദ്യം അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം എന്ന കാര്യം നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒട്ടും ലേറ്റ് ആക്കാതെ കാര്യങ്ങളിലോട്ട് കടക്കുന്നു. എന്തായാലും ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് കമന്റ് ബോക്സിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞാൻ തുടങ്ങാം. സാർ, കണ്ണിൽ എന്താണെന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. കണ്ണിൽ ചെറിയൊരു പോളക്കുരു വന്നിരിക്കുവാണ്. അതെനിക്ക് എല്ലാ മാസവും ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. വൈകാതെ അത് മാറുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ കാര്യം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വാട്ട് അവർ മീറ്റർ ആണ്. വാട്ട് അവർ മീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള, നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഉപകരണമാണ്, ശരിയല്ലേ? നമ്മുടെ വീട്ടിന്റെ മുന്നിൽ തന്നെ ഈ ഒരു ഡിവൈസ് കാണാൻ സാധിക്കും. ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഏവരും തിരിച്ചറിയേണ്ടതാണ്. ഒരു മാസം നമ്മുടെ വീട്ടിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു, അതായത് ഒരു മാസം ഒരു വീടിൽ എത്രത്തോളം വൈദ്യുത ഊർജം ഉപയോഗിക്കപ്പെടുന്നു എന്ന് കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുക. ഈ പറയുന്ന മീറ്റർ നോക്കിയിട്ടാണ്, ഈ ഡിവൈസ് നോക്കിയിട്ടാണ് നമ്മുടെ വീട്ടിലെല്ലാം കറണ്ട് ബില്ലൊക്കെ വരുന്നത്. സോ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മൾ ഇടപഴകുന്ന ഒരു കാര്യമാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷകളിൽ കൂടുതലും വരിക. ഇതിന്റെ തിയറിയേക്കാളും ഇതിന്റെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. റൈറ്റ്. സോ ഒരു മാസം എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നതിന്റെ അളവാണ് വാട്ട് അവർ മീറ്ററിൽ നമുക്ക് കാണുക. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. ഏത് യൂണിറ്റിലാണ് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി റെപ്രസെന്റ് ചെയ്യുക എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ മനസ്സിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആയിരിക്കും. പക്ഷേ വാട്ട് അവർ മീറ്ററിനകത്ത് ഇലക്ട്രിക്കൽ എനർജി കാണിക്കുന്ന യൂണിറ്റ് ഏതാണ് മക്കളെ? അത് കിലോ വാട്ട് അവർ ആണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ച് വെക്കേണ്ട കാര്യമാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. കിലോ വാട്ട് അവറിനകത്ത്, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്ററിനകത്ത് കിലോ വാട്ട് അവറിലാണ് ഇലക്ട്രിക്കൽ എനർജി റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ഈ കിലോ വാട്ട് അവർ എന്ന സംശയം ഉണ്ടാവും മക്കളെ. എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഇത് മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കുക. നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു വെക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ തിയററ്റിക്കലി കൊടുത്തത്. അതിന് പുറമെ ഒരു ഫോർമുലയുണ്ട്. ഞാൻ ആ ഫോർമുലയെ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റൈറ്റ്, വടാ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയി തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാം. റൈറ്റ്. എനർജിയുടെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചുള്ള കണക്കുകൾ അഥവാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ ഉറപ്പിക്കാം ചോദ്യം ഉണ്ടായിരിക്കും. സോ ഇതാണ് എനർജിയുടെ ഇക്വേഷൻ. സോ എനർജി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എനർജി ഏത് യൂണിറ്റിലാണ് മക്കളെ എക്സ്പ്രസ് ചെയ്യുക? യെസ്, ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ വാട്ട് അവറിൽ തന്നെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പവർ എക്സ്പ്രസ് ചെയ്ത് ഏത് യൂണിറ്റിലാണ്? യെസ്, പവറിന്റെ ജനറൽ യൂണിറ്റ് അഥവാ SI യൂണിറ്റ് ആയ വാട്ടിലാണ് പവർ എക്സ്പ്രസ് ചെയ്യുക. അടുത്ത ഒരു കാര്യം സമയമാണ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. സമയം എക്സ്പ്രസ് ചെയ്യുന്ന ഏത് യൂണിറ്റിലായിരിക്കും? അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം, സർ സമയം സെക്കൻഡിലല്ലേ എക്സ്പ്രസ് ചെയ്യുക, ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അല്ലേ എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, എനർജി കിലോ വാട്ട് അവറിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ സമയം എക്സ്പ്രസ് ചെയ്യേണ്ടത് മണിക്കൂറിലാണ്, ഒരിക്കലും സെക്കൻഡിലല്ല. അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് മണിക്കൂറിലാണ്, ഹവറിലാണ് എന്ന കാര്യം തിരിച്ചറിയുക. സോ ഇതാണ് എനർജിയുടെ എക്സ്പ്രഷൻ. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. പവർ ഇൻറ്റു സമയം ഡിവൈഡഡ് ബൈ 1000. ഇതാണ് ഫോർമുല. എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്, സമയത്തിന്റെ യൂണിറ്റ് ഹവർ ആണ്, മണിക്കൂറിലാണ് എന്ന കാര്യം തിരിച്ചറിയുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്.
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ചോദ്യങ്ങളിലോട്ട് കിടക്കാം. സോ നമ്മുടെ വീട്ടിൽ ഒരു മാസം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. നമ്മുടെ വീടുകളിൽ ഒരു മാസം കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വാട്ട് അവർ മീറ്റർ എന്ന കാര്യം മനസ്സിൽ ആഴത്തിൽ പതിക്കുക. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കണം. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക എന്ന കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. എന്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറല്ലേ? സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. ഇത് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 വാട്ട്. ഒരു ഗ്രൈൻഡർ ഉണ്ട്. ആ ഗ്രൈൻഡറിന്റെ പവർ 750 വാട്ടാണ്. ആ ഗ്രൈൻഡർ 2 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. ആ ഗ്രൈൻഡർ എത്രയാണ്? 2 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ എനർജി കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. 750 വാട്ട് പവർ ഉള്ള ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുതോർജ്ജം കണക്കാക്കുക എന്നതാണ് ചോദ്യം. നിസ്സാരമായി ചെയ്യാനും ഈസി ആയി ചെയ്യാം. സോ ആദ്യം ചോദ്യം വായിച്ചതിന് ശേഷം ഗിവൺ ഡാറ്റ എഴുതി വെക്കാം. പവർ എത്രയാണ് മക്കളെ? പവർ എന്ന് പറഞ്ഞാൽ 750 വാട്ടാണ്. സമയം എത്രയാണ് മക്കളെ? സമയം അവർ നൽകിയിട്ടുണ്ട്. പ്രവർത്തിക്കുന്നത് 2 മണിക്കൂറാണ്. ശരിയല്ലേ? കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഇക്വേഷൻ അറിയാം. എനർജിയുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. ഇതിനകത്ത് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? വാടാ മക്കളെ. സോ എനർജി ഈസ് ഈക്വൽ ടു പവർ എത്രയാണ്? 750. സമയം എത്രയാണ്? 2 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. എത്രയാണ് മക്കളെ കിട്ടുക? 750 ഇൻറ്റു 2 1500 ആണ്. സോ 1500 ബൈ 1000 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. സോ എനർജി എന്തായിരിക്കും കിട്ടുക? വെറും 1.5 എന്ന് എഴുതിയാൽ പോരാ, യൂണിറ്റ് എഴുതണം. എനർജിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. എനർജിയുടെ യൂണിറ്റ് എന്താണ് മക്കളെ? കിലോ വാട്ട് അവർ ആണ്. സോ അതിനാൽ തന്നെ 1.5 കിലോ വാട്ട് അവർ എന്ന് തന്നെ നിങ്ങൾ ഫൈനൽ ആൻസർ എഴുതണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്കും മുഴുവൻ മാർക്കും ലഭിക്കത്തുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, വ്യക്തമായി പഠിക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. സെറ്റല്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാം. സോ ഇതിന് മറ്റൊരു ടൈപ്പ് ഞാൻ കാണിച്ചു തരട്ടെ. മറ്റൊരു ടൈപ്പ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് കൂടെ നിൽക്കണം, ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തൊരു ടൈപ്പ്, ആൻ ഇലക്ട്രിക് റെഫ്രിജറേറ്റർ. ഒരു ഫ്രിഡ്ജിന്റെ കാര്യമാണ് പറയുന്നത്. ആ ഫ്രിഡ്ജിന്റെ പവർ 400 വാട്ടാണ്. ഇറ്റ് ഓപ്പറേറ്റ് 8 hours എ ഡേ. ഒരു ദിവസം 8 മണിക്കൂർ ഫ്രിഡ്ജ് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എനർജി ഓപ്പറേറ്റ് if it for 30 days at a rupees of 3 rupees per kilowatt hour. അതായത് ഈ ഫ്രിഡ്ജ് ഒരു ദിവസം 8 മണിക്കൂറാണ് പ്രവർത്തിക്കുക എങ്കിൽ ഒരു മാസം വരുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ എത്രയാണ്? കറണ്ട് ബില്ല് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഫ്രിഡ്ജ് 8 മണിക്കൂർ വീതം ഓരോ ദിവസവും പ്രവർത്തിച്ചാൽ ഒരു മാസം നമുക്ക് വരുന്ന കറണ്ട് ബില്ല് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവർ നൽകിയിരിക്കുന്ന ഡാറ്റ എന്താണ്? 1 കിലോ വാട്ട് അവറിന് 3 രൂപ വെച്ചിട്ടാണ് കറണ്ട് ബില്ല് വരിക. എങ്കിൽ ടോട്ടലി എത്ര രൂപയായിരിക്കും കറണ്ട് ബില്ലായിട്ട് വരിക എന്നതാണ് ചോദ്യം. ഒരു തവണ കൂടി പറഞ്ഞു തരാം, മനസ്സിരുത്തി കേൾക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ ഫ്രിഡ്ജില്ലേ? അതുപോലെ ഒരു ഫ്രിഡ്ജ് ഇവിടെയുണ്ട്. ആ ഫ്രിഡ്ജിന്റെ പവർ എത്രയാണ്? 400 വാട്ടാണ്. ആ ഫ്രിഡ്ജ് ഒരു ദിവസം 8 മണിക്കൂർ വീതമാണ് പ്രവർത്തിക്കുക. അപ്പോൾ 30 ദിവസം ആ ഫ്രിഡ്ജ് ഇങ്ങനെ 8 മണിക്കൂർ വീതം പ്രവർത്തിക്കും. എങ്കിൽ ഒരു മാസം നമുക്ക് വരുന്ന കറണ്ട് ബില്ലാണ് കണ്ടുപിടിക്കേണ്ടത്. 1 കിലോ വാട്ട് അവറിന് 3 രൂപ എന്ന കണക്കിലാണ് കറണ്ട് ബില്ല് വരുന്നതെങ്കിൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്രയാണ് എന്ന കാര്യം കണ്ടുപിടിക്കാം. നിസ്സാരമായ ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പവർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 400 വാട്ടാണ് പവർ. അത് പ്രവർത്തിക്കുന്ന ഒരു ദിവസം എത്ര സമയം പ്രവർത്തിക്കും? ഒരു ദിവസം 8 മണിക്കൂറാണ് പ്രവർത്തിക്കുക. സോ നമുക്ക് എനർജി കണ്ടുപിടിച്ചാലോ? ഒരു ദിവസത്തെ എനർജി കണ്ടുപിടിക്കാം. എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ. ഇക്വേഷൻ അറിയാം. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. പവർ എത്രയാണ്? 400. 400 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 1000. 4 8 32 അല്ലടാ. സോ 3200 ഡിവൈഡഡ് ബൈ 1000. സോ എത്രയാണ് മക്കളെ ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത്? അത് 3.2 കിലോ വാട്ട് അവർ ആണ്. സോ ഒരു ദിവസം ആ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ആ ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അത് 3.2 കിലോ വാട്ട് അവർ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ, ഓക്കെ. നമുക്ക് ഒരു മാസത്തെ കറണ്ട് ബില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ എനർജി കൺസപ്ഷൻ എത്രയായിരിക്കുമടാ? ഒരു ദിവസം 3.2 ആണെങ്കിൽ ഒരു മാസം എത്ര എനർജി യൂസ് ചെയ്യും? 30 ദിവസമാണ് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നു ഒരു മാസം 30 ദിവസമായിട്ട് നിങ്ങൾക്ക് എടുക്കാം.
റൈറ്റ്. 30 ദിവസത്തേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഒരു മാസം എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യും? ഒരു ദിവസം 3.2 ആണെങ്കിൽ ഒരു മാസത്തിന് എത്രയായിരിക്കും? 3.2 × 30 എത്രയാണ് മക്കളെ നമുക്ക് കിട്ടുക? 96 എന്നാണ് കിട്ടുക. 96 kWh. സോ 96 kWh ആണ് ഒരു മാസം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം അഥവാ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. എങ്കിൽ കറണ്ട് ബില്ല് കണ്ടുപിടിച്ചാലോ? കറണ്ട് ബില്ല് കണ്ടുപിടിക്കാം. റൈറ്റ്. കറണ്ട് ബിൽ സിമ്പിൾ ആണടാ മക്കളെ. 1 kWh 3 രൂപ എന്ന രീതിയിലാണ് കറണ്ട് ബില്ല് വരിക. ഇപ്പൊ 96 kWh ആണെന്ന് മനസ്സിലാക്കില്ല. അപ്പൊ എത്ര രൂപയായിരിക്കും കറണ്ട് ബില്ല് വരിക? 1 kWh 3 രൂപയാണെങ്കിൽ 96 kWh എത്രയായിരിക്കും? 96 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 288 രൂപ. സോ ഒരു മാസത്തെ കറണ്ട് ബില്ല് എത്രയായിരിക്കും എടാ മക്കളെ? 288 രൂപയായിരിക്കും ഒരു മാസത്തെ കറണ്ട് ബില്ല്. വളരെ ലളിതമാണ്. ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ കണ്ടുപിടിച്ചു, അതിനെ 30 കൊണ്ട് ഗുണിച്ചു, ഒരു മാസത്തെ എനർജി കൺസപ്ഷൻ കണ്ടുപിടിച്ചു. 1 kWh 3 രൂപ എന്ന കണക്കിലാണ് കറണ്ട് ബില്ല് വരിക. സോ 96 kWh എത്രയാണ് മക്കളെ വരിക? 96 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 288 kWh ആയിരിക്കും ഒരു മാസം വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് അഥവാ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യിപ്പിക്കട്ടെ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഈ 2 ടൈപ്പേ വരുള്ളൂ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാം. അങ്ങനെയല്ല, ഒരു ടൈപ്പ് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻസിനകത്തുണ്ട്. സോ അത്തരം ഒരു ടൈപ്പ് കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് ഡിഫറൻ്റ് ആണ്, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത്തരം ഒരു ടൈപ്പ് കൂടി നമുക്ക് നോക്കാം. വേണം ശ്രദ്ധിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യമുണ്ട്, ഒന്നും മനസ്സിരുത്തി കേൾക്കേണ്ട ചോദ്യമാണ്. ഫോർമുലയിൽ ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് വേണമെങ്കിൽ വരുത്താം. അതായത് ശ്രദ്ധിക്കണം. ഇൻ എ ഹൗസ് 500 വാട്ട് ഇലക്ട്രിക്കൽ അയൺ എന്ന് പറഞ്ഞാൽ അയൺ ബോക്സ് ആണ് കേട്ടോ. റൈറ്റ്. ഓപ്പറേറ്റ് ഫോർ 1 hour. എന്താ പറയുന്നത്? 500 വാട്ടിന്റെ ഒരു അയൺ ബോക്സ് ഉണ്ട്, അത് 1 മണിക്കൂറാണ് പ്രവർത്തിക്കുക. ഒറ്റ ഡിവൈസ് അല്ല, ആ വീട്ടിൽ വേറെ എന്തൊക്കെയുണ്ട്? 240 വാട്ട് ഫാൻ ഓപ്പറേറ്റ് ഫോർ 8 hours. 2 ഫാൻ ഉണ്ട്, 40 വാട്ട് വീതമുള്ള ഫാനാണ്, അത് 8 മണിക്കൂർ പ്രവർത്തിക്കും. 5 12 വാട്ടുള്ള LED ബൾബുകൾ ഉണ്ട്, അത് 10 മണിക്കൂർ വീതം പ്രവർത്തിക്കും. എങ്കിൽ ടോട്ടൽ എനർജി കൺസപ്ഷൻ എത്രയാണ് കണ്ടുപിടിക്കാം. ഒരു ഉപകരണം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന കാര്യം പഠിച്ചു. പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 ആണ്. ഇവിടെ ഒരു ഉപകരണമല്ല ഉള്ളത്, 3 ഉപകരണങ്ങളുണ്ട്. 3 ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ സമയത്താണ്. ആ 3 ഉപകരണങ്ങളിലും ഫാൻ ഉള്ളത് എത്ര ഉണ്ട്? ഫാൻ 2 ഉണ്ട്. ബൾബ് എത്ര ഉണ്ട്? ബൾബ് 5 ഉണ്ട്. സോ അതിലും വ്യത്യസ്തതയുണ്ട്. സോ ഇത്തരം ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. വളരെ ലളിതമായി തന്നെ പ്രൊസീഡ് ചെയ്യാം. ഒന്ന് എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ശ്രദ്ധിക്കണം മക്കളെ. സോ ഇത്തരം ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ വ്യത്യസ്തമായ സമയത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇക്വേഷന് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാലോ? ചെറിയൊരു മാറ്റം വരുത്താം. അത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മോഡിഫിക്കേഷൻ അല്ല, ഞാൻ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു തരുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ്. ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. സിമ്പിളാണ് മക്കളെ, വളരെ 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 സിമ്പിളാണ്. ഈ ഫോർമുല ഒന്ന് മനസ്സിനകത്ത് നിങ്ങൾ ഏവരും ഉറപ്പിച്ചു വെക്കേണ്ട ഫോർമുലയാണ്. റൈറ്റ്. എനർജി ഈക്വൽ ടു N1 × P1T പ്ലസ് N2 × P2T2 പ്ലസ് N3 × P3T3 ഡിവൈഡഡ് ബൈ 1000. ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോ. N1 × P1T1 പ്ലസ് N2 × P2T2 പ്ലസ് N3 × P3T3 എന്ന് പറയുന്ന ഫോർമുല പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലായി, സാർ എന്താണ് ഈ N1, എന്താണ് N2, എന്താണ് N3, എന്താണ് P1, എന്താണ് P2, എന്താണ് P3 എന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് അതാദ്യം ക്ലാരിഫൈ ചെയ്യാം. ശ്രദ്ധിക്കടാ. ആദ്യം P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉപകരണം ഏതാണ്? ഒന്നാമത്തെ ഉപകരണം ഇലക്ട്രിക്കൽ അയൺ അഥവാ അയൺ ബോക്സ് ആണ്. ശരിയല്ലേ? സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഇരിക്കടാ. ആദ്യം അയൺ ബോക്സ് അല്ലടാ. സോ അയൺ ബോക്സ് നമ്മൾ എടുത്തു. റൈറ്റ്. അയൺ ബോക്സ് ആണ് നമ്മൾ എടുത്തത്. ഈ അയൺ ബോക്സിന്റെ കേസാണ് 1 എന്ന രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത്. അയൺ ബോക്സിന്റെ പവറിനെ നമുക്ക് എന്ത് വിളിക്കാം? P1. എത്രയാണ് അയൺ ബോക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ? അത് 500 വാട്ടാണ്. സോ 500 വാട്ട്. അയൺ ബോക്സ് പ്രവർത്തിക്കുന്ന സമയമാണ് T1. എത്ര സമയം പ്രവർത്തിക്കുന്ന? 1 മണിക്കൂറാണ്. സോ 1 hour. എത്ര അയൺ ബോക്സ് ഉണ്ട്? ഒരേ ഒരു അയൺ ബോക്സേ ഉള്ളൂ. സോ N1 പകരം 1 കൊടുത്തു. റൈറ്റ്. സോ അയൺ ബോക്സിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അയൺ ബോക്സിന്റെ കാര്യം കഴിഞ്ഞു. അടുത്ത ഉപകരണം എന്താണ്? അടുത്ത ഉപകരണം ഫാൻ ആണ്. സോ രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫാൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഫാനിന്റെ പവർ എത്രയാണ്? ഫാനിന്റെ പവറിനെ P2 എന്ന് വിളിക്കാം. ശരിയല്ലേ? P2 എന്ന് വിളിക്കാം. ഫാനിന്റെ പവർ എത്രയാണടാ? അത് 40 വാട്ടാണ്. സോ ഇറ്റ് ഈസ് 40 വാട്ട്. ഫാൻ പ്രവർത്തിക്കുന്ന സമയം എത്രയാണ്? ഫാൻ പ്രവർത്തിക്കുന്ന 8 മണിക്കൂറാണ്. അപ്പൊ T2 = 8 മണിക്കൂർ.
എത്ര ഫാനുകളുണ്ട്? അവിടെ 2 ഫാനുകളുണ്ട്. സോ N2 പകരം 2 എന്ന് കൊടുത്തു. അടുത്ത മൂന്നാമത്തെ ഉപകരണം ഏതാണ്? മൂന്നാമത്തെ ഉപകരണം ഒരു ബൾബാണ്. ഓക്കെ, ബൾബിന്റെ പവറിനെ നമുക്ക് P3 എന്ന് വിളിക്കാം. ബൾബിന്റെ പവർ എത്രയാണ്? ബൾബിന്റെ പവർ എന്ന് പറഞ്ഞാൽ 12 വാട്ടാണ്. സോ 12 വാട്ട്. ബൾബ് പ്രവർത്തിക്കുന്ന സമയത്തിനെ T3 എന്ന് വിളിക്കാം. എത്ര സമയമാണ് ബൾബ് പ്രവർത്തിക്കുന്നത്? 10 മണിക്കൂറാണ്. സോ 10 അവർ. ബൾബ് എത്ര എണ്ണമുണ്ട്? അതിനെ N3 എന്ന് വിളിക്കാം. എത്ര എണ്ണം ഉണ്ട് ആ ബൾബ്? 5 ബൾബ് ഉണ്ട്. സോ N3 = 5. സോ എല്ലാം ആയില്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാടാ മക്കളെ, എല്ലാ അനിയന്മാരും അനിയത്തിമാരും വാടാ. സോ എനർജി ആദ്യം N1 വാല്യൂ 1 അല്ലേ? സോ 1 × P1 × T1. P1 എത്രയാണ്? 500 × 1. സോ 500 × 1 പ്ലസ് N2 എത്രയാണ്? N2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 × P2 എത്രയാണ്? P2 എന്ന് പറഞ്ഞാൽ 40, T2 എന്ന് പറഞ്ഞാൽ 8. സോ 40 × 8 പ്ലസ് 3 N3 എത്രയാടാ? N3 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 × P3 എത്രയാണ്? 12 × 10. 12 × 10 ഡിവൈഡഡ് ബൈ 1000. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന കാര്യം മനസ്സിലായില്ലേ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കണക്ക് കൂട്ടലാണ്. 500 × 1 എത്രയാണ്? 500 ആണ്. പ്ലസ് 40 × 8 എത്രയാണ്? 4 8 32, 320. 320 × 2 640 പ്ലസ് 12 × 10 120. 120 × 5 എത്രയാണ്? 12 × 5 എന്ന് പറഞ്ഞാൽ 10 0 ബാക്കി 1 5 1 6 600. അപ്പോൾ 600 ആണ് വരിക. ഇത് 60 ആണെങ്കിൽ 600 വരും. സോ 600 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1000. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു സംശയമില്ലല്ലോ. സോ എനർജി ഈസ് ഈക്വൽ ടു 600 600 1200. 1200 500 1700. സോ 1700 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1.7 kWh. റെഡി? 1740 ആണ് വരിക. സോറിടാ, 1740. കാരണം 40 കൂടി ആഡ് ചെയ്യണമല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 1.74 kWh എന്ന് വരും. 1.74 kWh എന്ന് വരും. ഇതാണ് എനർജി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ വ്യത്യസ്ത സമയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. N1 × P1 T1 പ്ലസ് N2 × P2 T2 പ്ലസ് N3 × P3 T3 എന്ന രീതിയിൽ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഈ ഫോർമുല പാഠപുസ്തകത്തിലില്ല. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഫോർമുല പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് മനസ്സിൽ ആഴത്തിൽ പതിച്ചു വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും പഠിക്കേണ്ട, എല്ലാവരും മനസ്സിലാക്കേണ്ട ഫോർമുലയാണ്. ഇത്തരം ചോദ്യം പരീക്ഷയിൽ 100% ഉറപ്പാണ്. ക്രിസ്മസ് പരീക്ഷ എത്തി. ഇനിയെങ്കിലും എനിക്ക് സ്ട്രക്ചർ ചെയ്ത് പഠിക്കണം. ഏറ്റവും ഓഫറോടുകൂടി അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പം മെഗാ ഓഫറായ 30% ഓഫർ ഉണ്ട്. താഴെ അതിൻ്റെ സ്ക്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സിമിലറേ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എൻ ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. എൻ ഗെയിം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് ആണ്. സോ എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെടുത്തരുത് ഈ ഒരു അവസരം. സിമിലറേ ഈ പറയുന്ന വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. വർത്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്കിൽ ഇതുപോലുള്ള കിടിലൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുമായിട്ട് അണ്ണൻ വീണ്ടും വരുന്ന ഫിസിക്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഹാപ്പി ആയിരിക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക. ഇത്തവണ ക്രിസ്മസ് പരീക്ഷ നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും. സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. കാണാം.